എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആരാണ് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു? പഠിക്കണ സഹാബിയെ കുറിച്ച്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്ന സഹാബിയാണ് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന സഹാബിയാണ് അബൂ ഉബൈദ. ചരിത്രം പറയുകയാണ്, ബദർ യുദ്ധം നടക്കുകയാ. ബദർ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ എല്ലാവരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശത്രുവിന്റെ മുമ്പിലേക്ക് ചാടി വീണുകൊണ്ട് വല്ലാത്ത പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒളിഞ്ഞു ഒളിഞ്ഞു നടക്കുകയാ. യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു പോകാതെ ഈ അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ പതുങ്ങി പതുങ്ങി ഒളിഞ്ഞൊളിഞ്ഞു നടക്കുകയാ. ഒളിഞ്ഞു നടക്കാനുള്ള കാരണമെന്താ? തന്റെ സ്വന്തം പിതാവ് ജറാഹ് എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട പിതാവ് ശത്രുവിന്റെ ഭാഗത്ത്, വാപ്പയാണ് എതിർഭാഗത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് വാപ്പയുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ വാപ്പയുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വാപ്പാടെ കണ്ണിന്റെ മുമ്പിൽ പെടാതെ അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒളിച്ചും പാത്തും ബദറിന്റെ രണാങ്കണത്തിലൂടെ ഇങ്ങനെ നടക്കുകയാം. മകനിങ്ങനെ ഒളിച്ചും പാത്തും നടക്കുമ്പോൾ എതിർഭാഗത്താണെങ്കിൽ ജറാഹ് എന്ന് പറയുന്ന പിതാവിന് വേറെ ആരെയും വേണ്ട. ഏത് ശത്രുവിനെ കണ്ടിട്ടും അവിടെ നിന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നില്ല. ജറാഹ് എന്ന് പറയുന്ന പിതാവ് എവിടെ? തന്റെ പൊന്നാര മകനായ അബൂ ഉബൈദ എവിടെ? അബൂ ഉബൈദ എന്ന് പറയുന്ന തന്റെ പൊന്നാര മകനോട് യുദ്ധം ചെയ്യാനും മകനെ തേടിയിട്ട് വാപ്പ നടക്കുകയാ. ഒരു ഭാഗത്ത് വാപ്പയുടെ മുമ്പിൽ പെടാതെ മകനെ ഒളിച്ചും പാത്തും പതുങ്ങി പതുങ്ങി നടക്കുമ്പോ ജറാഹ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകനുമായി യുദ്ധം ചെയ്യാന് അവനെ തെരഞ്ഞുകൊണ്ടിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ജറാഹ് ഇങ്ങനെ ബദറിന്റെ രണാങ്കണത്തിലൂടെ നടന്നു ചെല്ലുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിങ്ങനെ നിൽക്കുകയാ. തന്റെ പൊന്നാര മകനെ തെരഞ്ഞു നടന്ന തന്റെ പൊന്നാര മകനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. തന്റെ പൊന്നാര മകനെ കണ്ടപ്പോ ജറാഹ് തന്റെ പൊന്നാര മകനെ വിളിക്കുകയാ, യുദ്ധം ചെയ്യാൻ ഇറങ്ങി വാടാ. ഏ മുഹമ്മദ്, നിന്റെ കൂടെയുള്ള ആരെങ്കിലും മരിച്ചു പോയാൽ അവന് സ്വർഗത്തിലാണെന്നല്ലേ പറയുന്നത്? നിന്റെ കൂടെയുള്ള ആരെങ്കിലും മരിച്ച സ്വർഗത്തിലാണെന്നല്ലേ പറയുന്നത്? എന്നാൽ അവനെ ഇറക്കി വിട്, ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട് ഞാൻ അവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടാ. അതാ ജറാഹ് പറയുകയാണ്, അബൂ ഉബൈദ ഇറക്കി വിടാറ് മിണ്ടാതെ നിൽക്കുകയാണ്. അള്ളാന്റെ റസൂലൊന്നും മിണ്ടുന്നില്ല, അബൂ ഉബൈദ ഒന്നും മിണ്ടുന്നില്ല. പടച്ചവനെ, തന്റെ പൊന്നാര മകനെ ദേഷ്യപ്പെടുത്താൻ അവിടുന്ന് ചീത്ത വിളിക്കുകയാണ്. അവന്റെ രക്തം തിളപ്പിക്കാൻ അവിടുന്ന് ചീത്ത പറയുകയാ. അബൂ ഉബൈദ ചിന്തിക്കുന്നു, അല്ലാ, പിതാവല്ലേ, സ്വന്തം വാപ്പയല്ലേ ചീത്ത വിളിക്കുന്നത്? അതുകൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു കേൾക്കാത്തതുപോലെ നിൽക്കുകയാണ്. എന്തെല്ലാം പറഞ്ഞിട്ടും അവിടെ ഇറങ്ങി വരുന്നില്ല. ഏതൊരു ചെറുപ്പക്കാരെയും ഏതൊരു ചെറുപ്പക്കാരന്റെയും രക്തം തിളയ്ക്കുന്ന കാര്യമാണ് സ്വന്തം മാതാവിനെ ചീത്ത പറയുകയാ. സ്വന്തം മാതാവിനെ കുറിച്ച് വൃത്തികേടുകൾ പറഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെയും രക്തം തിളയ്ക്കുമല്ലോ. ജറാഹ് അബൂ ഉബൈദയുടെ ഉമ്മയെ കുറിച്ച് അവിടുന്ന് തന്റെ ഉമ്മയെ ചീത്ത പറയുകയാണ്. ജറാഹ് പറയുന്നു, നീ എന്റെ മകനല്ലടാ, നീ പിഴച്ചുണ്ടായവനാണടാ. പടച്ചവനെ, സ്വന്തം മാതാവിനെ കുറിച്ച് നീ എന്റെ മകനല്ല, നീ പിഴച്ചുണ്ടായതാണെന്ന് സ്വന്തം ഉമ്മയെ കുറിച്ച് വൃത്തികേടുകൾ പറയുമ്പോ അബൂ ഉബൈദ ചിന്തിക്കുന്നു, അല്ലാ, എന്റെ ഉമ്മയാണെങ്കിലും ആ മനുഷ്യന്റെ ഭാര്യയെ കുറിച്ചല്ലേ പറയുന്നത്? ഉമ്മാനെ കുറിച്ച് വൃത്തികേടുകൾ പറഞ്ഞിട്ട് പോലും അബൂ ഉബൈദ അനങ്ങുന്നില്ല, മിണ്ടാതെ നിൽക്കുകയാണ്. സ്വന്തം പറഞ്ഞു നോക്കി, മാതാവിനെ പറഞ്ഞു നോക്കി, എന്തു പറഞ്ഞിട്ടും തന്റെ പൊന്നാര മകന്റെ രക്തം തിളയ്ക്കാതെ വന്നപ്പോ, യുദ്ധത്തിനിറങ്ങി വരാൻ തയ്യാറാകാതെ വന്നപ്പോ, അതാ ജറാഹിനറിയാം, ഇനി തന്റെ പൊന്നുമോന് വേദനിക്കണമെങ്കിലോ
തന്റെ പൊന്നാര മകന്റെ രക്തം തിളക്കണമെങ്കിൽ, എന്റെ മുമ്പിലേക്ക് യുദ്ധം ചെയ്യാൻ ചാടി ഇറങ്ങി വരണമെങ്കിൽ അവനെ പറഞ്ഞ വേദനിക്കൂല, അവന്റെ ഉമ്മയെ പറഞ്ഞ വേദനിക്കൂല. പിന്നെ ആരെ പറഞ്ഞാലാ വേദനിക്കുന്നതെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കുറ്റം പറഞ്ഞാൽ, നിബിതങ്ങളെ വേദനിപ്പിച്ചാൽ അവന്റെ മനസ്സ് വേദനിക്കുമെന്നറിയാം, അവന്റെ രക്തം തിളയ്ക്കുമെന്നറിയാം, അവന് യുദ്ധത്തിനിറങ്ങി വരുമെന്ന് പിതാവിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ജറാഹ് അല്ലാഹുവിന്റെ പ്രവാചകനെ മനതാ പ്രവാചകനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് വൃത്തികേടുകൾ പറയുകയാണ്. സ്വന്തം ചീത്ത പറഞ്ഞപ്പോ തിളയ്ക്കാത്ത രക്തം, സ്വന്തം മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോ തിളയ്ക്കാത്ത രക്തം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോ സ്വഹാബത്ത് പറയുകയാണ്, അബൂ ഉബൈദയുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. വാപ്പയാണ് മുമ്പിൽ വന്ന് നിന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ചീത്ത പറയുമ്പോ അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലടോ. അല്ലാഹുവിന്റെ പ്രവാചകനെ പറയുന്നത് കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. സ്വഹാബത്ത് പറയുന്നു, അബൂ ഉബൈദ അവിടുന്ന് ചാടിയിറങ്ങുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ നിന്ന് അവിടുന്ന് ചാടിയിറങ്ങുകയാണ്. തന്റെ പിതാവിന്റെ മുമ്പിലേക്ക് ചാടിയിറങ്ങി. പടച്ചവനെ, കുറച്ചു സമയത്തേക്ക് ഒന്നും കാണുന്നില്ലടോ. അതാ കുറെ കഴിയുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് സലാം പറയുമ്പോ നിബിതങ്ങൾ സലാം അടക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു സലാം പറയുമ്പോ നിബിതങ്ങൾ മുഖം തിരിക്കുകയാണ്. അതിന്റെ കാരണം എന്തെന്നറിയോ? തന്റെ പിതാവിന്റെ തലയതാ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. തനിക്ക് ജന്മം കൊടുത്ത തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ തല വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടാണ് നിബിതങ്ങളോട് സലാം പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണെങ്കിലും വാപ്പയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടുന്ന് മിണ്ടുന്നില്ലടോ. പിതാവിന്റെ തലയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എന്തു പറയാനാ സഹോദരാ? ഒരിക്കലും ഇസ്ലാം അങ്ങനെ ആരെയും കൊല്ലാ പറയുന്നില്ലല്ലോ, അങ്ങനെ പഠിപ്പിക്കുന്ന മതമല്ലല്ലോ. അല്ലാഹുവേ, ഒരു നിമിഷം അങ്ങ് പതറിപ്പോയടോ. അല്ലാഹുവിന്റെ പ്രവാചകനെ പറയുന്നത് കേട്ടപ്പോ വാപ്പയാണെന്ന് മറന്നുപോയി. കാരണം നബിതങ്ങളോട് അത്രയും സ്നേഹമാണ്. നബിതങ്ങളെ തലതിരിക്കുകയാണ്. മറു സൈഡിലേക്ക് ചെന്ന് സലാം പറഞ്ഞു. നബിതങ്ങൾ എപ്പോഴും മടക്കുന്നില്ല, അവിടെ നിന്ന് മുഖം തിരിക്കുകയാണ്. പടച്ചവനെ, അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കണ്ണ് നിറയുകയാണ്. അവിടെ നിന്ന് മനസ്സ് വേദനിക്കുകയാണ്. വൈരാഗ്യം കൊണ്ട് ചെയ്തതല്ല, വാശി തീർക്കാൻ ചെയ്തതല്ല. പടച്ചവരെ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ സഹിക്കാൻ കഴിയുന്നില്ലടോ, ക്ഷമിക്കാൻ കഴിയുന്നില്ലടോ. നബിതങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്നത് കേട്ടപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ആ സ്വഹാബി യുദ്ധത്തിന് തയ്യാറായത്. കഴിവിന്റെ പരമാവധി ഒഴിഞ്ഞും മാറി നടന്നതാണ്. ഒരുപാട് ശ്രമിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാ, പിതാവ് വിടുന്നില്ലല്ലോ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് സലാം പറയുമ്പോ നബിതങ്ങൾ സലാം അടക്കാതെ വന്നപ്പോ അബൂ ഉബൈദയുടെ മനസ്സൊന്ന് വേദനിക്കുകയാണ്. ആ ചെറുപ്പക്കാരന് സങ്കടം വരികയാണ്. ആ ചെറുപ്പക്കാരന്റെ മനസ്സ് വേദനിക്കുകയാ. അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഏഴാകാശം കടന്ന് പരിശുദ്ധമായ ഖുർആനിൽ ആയത്തുമായിട്ട് കടന്നു വരികയാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക
ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്. വാപ്പയെക്കാൾ, ഉമ്മയെക്കാൾ, ഭാര്യയെക്കാൾ, മക്കളെക്കാൾ, കൂടപ്പറപ്പുകളെക്കാൾ, സ്വന്തം ജീവനെക്കാൾ അല്ലാഹുവേ പടച്ചവനെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് ഖുർആൻ എവിടെന്ന് പറയുകയാ. അവർക്ക് എന്തിനേക്കാളും വലുത് വാപ്പയെക്കാൾ, ഉമ്മയെക്കാൾ, മക്കളെക്കാൾ, കുടുംബത്തിനേക്കാൾ, സ്വന്തം ജീവനേക്കാൾ അവർക്ക് ഇഷ്ടം അല്ലാഹുവിന്റെ റസൂലിനെയാണ്. പടച്ചവനെ ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങുകയാ. സലാമടക്കു നബിയേ, സലാമടക്കു നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ എവിടെന്ന് സലാമടക്കുകയാണ്. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ആരെയും കൊല്ലാനല്ല, ആരുടെയും തലവെട്ടാനല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇവിടെ പലരും പറയുന്നത് വാളുകൊണ്ടാണ് വളർന്നതെന്ന്. ഒരിക്കലും അല്ലാഹുവിന്റെ ദീൻ അങ്ങനെയല്ല വളർന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തുള്ള സർവ്വരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദര, തെറ്റുകൾ കണ്ടുപോയാൽ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരായിട്ട്, നബിതങ്ങൾക്ക് എതിരായിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ചിലര് പ്രതികരിച്ചു പോകുമടോ, ചിലരറിയാതെ പറന്നു പോകുമടോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് വന്നാ അവര് വിളിച്ചു പറയുമടോ, അവര് പ്രതികരിക്കുമടോ. അങ്ങനെയുള്ള ചില ചുണക്കുട്ടികളുണ്ടോ, അങ്ങനെയുള്ള ചിലർ ഈ ദുനിയാവിൽ ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? അവര് പറയാനുള്ള കാരണം എന്തെന്നറിയോ? അവരാരെയും നോക്കാറില്ല, ഒരുത്തന്റെയും വലുപ്പം നോക്കാറില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനമുണ്ടായാൽ അതാരായാലും ചങ്കൂറ്റത്തോടെ പറയുന്ന ചിലര് ദുനിയാവിലുണ്ടോ. അവരെ ചിലപ്പം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അവര് നമ്മളെ ഒറ്റപ്പെടുത്ത, എല്ലാവരും സംഘം ചേർന്ന് ആക്രമിക്കാം. എന്നാലും അവരെ കുറിച്ചല്ല പറഞ്ഞതെന്തെന്നറിയോ? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വെച്ചിട്ടുണ്ടോ. അതുകൊണ്ടാണ് അവര് വിളിച്ചു പറയുന്നത്. അവർക്ക് താങ്ങാൻ കഴിയാത്തത് അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം കണ്ടുപോയാൽ അവര് പ്രതികരിക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാ. അല്ലാതെ വാശി കൊണ്ടല്ല, വൈരാഗ്യം കൊണ്ടല്ല, അധികാരമോഹം കൊണ്ടല്ല, സ്ഥാനമാനങ്ങൾ കിട്ടാനല്ല. ആരാടെങ്കിലും മുഖത്ത് നോക്കിയിട്ട് തെറ്റാടെന്ന് പറയുന്ന ഒരു ചങ്കൂറ്റം കാണിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? അവരുടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാൻ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാ. അവര് പറയുമടോ, മരിക്കുന്ന കാലം വരെ പറയുമടോ, അവർക്ക് ആരുടെയും മുമ്പിൽ ഒന്നും നേടാനില്ല. അവർക്ക് അല്ലാഹുവിന്റെ വജ്ഹ് മതിയല്ലോ, പടച്ച റബ്ബിന്റെ തൃപ്തി മതിയല്ലോ. അതുകൊണ്ട് തെറ്റ് കണ്ടാ പറയുമടോ. എന്തിനാണ് ഈ മഖാമിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാനിത് പറയുന്നതെന്നറിയോ? സഹോദര, ആരെയും കൊല്ലാനല്ല, ആരെയും ആക്രമിക്കാനല്ല, ആരെയും സംഘം ചേർന്ന് വേദനിപ്പിക്കാനല്ല. പിന്നെ നീ ചെയ്യേണ്ടതെന്തെന്നറിയോ? നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടാ നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് നടക്കുന്നത് കണ്ടാ കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ നിന്റെ കൈകൊണ്ട് തടയടേ. നിനക്കൊരു പരിധിയുണ്ടോ? എല്ലാവരുടെയും കൈപിടിച്ചുകൊണ്ട് തടയാനുള്ള അധികാരം നിനക്കില്ല. അതുകൊണ്ട് നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടാൽ കൈകൊണ്ട് തടയാൻ പറ്റുന്നതാണെങ്കിൽ നീ കൈകൊണ്ട് തടയടേ.
കൈകൊണ്ട് തടയാൻ പറ്റുന്നതാണെങ്കിൽ നിന്റെ കൈകൊണ്ട് തടയണേ. ഇനി കൈകൊണ്ട് തടയാൻ പറ്റാത്തതാണോ, നിന്റെ നാവ് കൊണ്ട് തടയണേ. നിനക്ക് പറയാമല്ലോ, നിനക്ക് നാവ് കൊണ്ട് പറയാമല്ലോ. നിന്റെ നാവ് കൊണ്ട് തടയാൻ പറ്റുന്നതാണെങ്കിൽ നിന്റെ നാവ് കൊണ്ട് തടയൂ. ഇനി നിനക്കതിനും പറ്റുന്നില്ലേ, നിന്റെ ഹൃദയം കൊണ്ട് വെറുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ തെറ്റുതിരുത്തുന്നത്? നീ രാജ്യം നന്നാക്കണ്ട, പടച്ചവനെ ലോകം നന്നാക്കണ്ട, നിന്റെ നാട് നന്നാക്കണ്ട, നിന്റെ മഹല്ല് നന്നാക്കണ്ട, നിന്റെ കുടുംബമെങ്കിലും നിനക്കൊന്നു നേരെയാക്കാമല്ലോ. നിന്റെ കുടുംബത്തിൽ എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നു, എന്തെല്ലാം വൃത്തികേടുകൾ നടത്തുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ശിആറുകളെ കാറ്റിൽ പറത്തിയിട്ട് അള്ളാഹുവേ എന്തെല്ലാം പീകൂത്തുകൾ ഇന്ന് കുടുംബങ്ങളിൽ അരങ്ങേറുകയാണ്. എന്തേ നിനക്ക് അധികാരമുണ്ടല്ലോ, അവിടെ കൈകൊണ്ട് തടയാൻ പറ്റുമല്ലോ, നാവ് കൊണ്ട് തടയാൻ പറ്റുമല്ലോ, ഹൃദയം കൊണ്ട് വെറുക്കാൻ കഴിയുമല്ലോ. നിന്റെ സ്വന്തം കുടുംബത്തിൽ പോലും വൃത്തികേടുകൾ അരങ്ങേറുന്നത് കണ്ടിട്ട് പ്രതികരിക്കാൻ കഴിയാത്ത എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എങ്ങനെയാണ് രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ സഹോദരാ? പടച്ചവനെ, ഇന്ന് ഓരോ കുടുംബങ്ങളിൽ വിവാഹങ്ങൾ കടന്നു വരുമ്പോ എന്തെല്ലാം പേക്കൂത്തുകളാണ്. സയ്യിദന്മാരെയും തങ്ങന്മാരെയും ആലിമീങ്ങളെയും വിളിച്ചുകൊണ്ട് വന്ന് നിക്കാഹ് നടത്തുകയാണ്. ആ തങ്ങന്മാര് വണ്ടിയിൽ കയറി പോയി കഴിഞ്ഞാ പടച്ചവനെ, ആ വന്ന ആലിമിന് പോലും സങ്കടം തോന്നുകയാണ്. വന്നുപോയല്ലോ പടച്ചവന്, ഞാനിവിടെ വന്നുപോയല്ലോ തമ്പുരാന്. ആ വന്ന ആലിമിന് പോലും സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഈ സമുദായം വല്ലാതെ മതിമറന്നു പോകുമ്പോ, പണത്തിന്റെ കൊഴുപ്പ് കാണിക്കുമ്പോ, അഹങ്കാരങ്ങളും ധിക്കാരങ്ങളും കാണിക്കുമ്പോ ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ സഹോദരാ? ഒരു കുടുംബത്തിലെ എല്ലാം തലതിരിഞ്ഞു പോകാറില്ല. ഒരെണ്ണമെങ്കിലും നേരെയുള്ള ഒരെണ്ണമെങ്കിലും കാണുമടോ. ഏത് കുടുംബത്തിലും ഒരെണ്ണമെങ്കിലും നല്ലതാകുമല്ലോ. എന്തേ പടച്ചവരെ, ഇന്നത്തെ കുടുംബങ്ങളിൽ അങ്ങനെ തെറ്റ് തിരുത്തി കൊടുക്കാൻ ഒരു വാപ്പയില്ലാതെ പോകുന്നു, ഒരു ഉമ്മയില്ലാതെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കട്ടെ, എന്തേ വാപ്പാ നിന്റെ കുടുംബത്തിലെ നാട്ടുകാരുടെ കുടുംബത്തിലല്ല, മഹല്ലിലെ ഏതെങ്കിലും വീട്ടിലല്ല, നിന്റെ വീടിന്റെ അകത്ത്, നിന്റെ കുടുംബത്തില് അള്ളാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണുമ്പോ, നിസ്കാര തഴമ്പുള്ള 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന തഴമ്പുള്ള വാപ്പാ, എന്തുകൊണ്ട് തെറ്റാണെന്ന് പറയാ നിനക്ക് കഴിയുന്നില്ല? ഉമ്മമാരേ, നാട്ടുകാരുടെ മക്കളെ നന്നാക്കാൻ നടക്കുന്ന ഉമ്മ, സ്വന്തം കുടുംബമൊന്ന് നന്നാക്കാൻ പറ്റാത്തതെന്താ? നിന്റെ മകളുടെ അല്ലെങ്കിൽ കൊച്ചുമക്കള് അവരുടെ വിവാഹങ്ങളും നിക്കാഹുകളും നടക്കുമ്പോ അള്ളാഹുവേ ദീനിനെതിരായിട്ടുള്ള പ്രവർത്തനമല്ലേ നടക്കുന്നത്? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമല്ലോ, നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമല്ലോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തുന്ന പ്രവർത്തനങ്ങളല്ലോ നിന്റെ വീടിന്റെ അകത്ത് അരങ്ങേറുന്നത്. എന്തേ വാപ്പാ പറയാത്തത്? എന്തേ ഉമ്മ പറയാത്തത്? നിനക്ക് അല്ലാഹു ഒരു അധികാരം തന്നിട്ടില്ലേ? അത് പടച്ച റബ്ബ് നിനക്ക് തന്ന അധികാരമാ, അത് അല്ലാഹ് നിനക്ക് തന്ന അധികാരമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമല്ലേ നിന്റെ കുടുംബത്തിൽ കാരണവനായ നീ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ നിന്റെ വീട്ടിനകത്ത് നടക്കുന്നത് കാണുമ്പോ ഇത് പാടില്ല എന്ന് പറയാനുള്ള അധികാരം നിനക്ക് പടച്ച റബ്ബ് തന്നിട്ടില്ലേ? എന്തേ ഉപ്പാ പറയാത്തത്? എടോ, മറ്റുള്ള സ്വന്തം കുടുംബം പോലും അല്ലാതെ നാട്ടിലെ കാരണവന്മാരെ ആദരിച്ചിരുന്ന ഒരു കാലമുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ചെറുപ്പകാലത്ത് പ്രായമുള്ളവരുടെ മുമ്പിലൂടെ മുണ്ടുമടക്കി കുത്തി നടക്കാൻ നമുക്ക് പേടിയാടോ? അവരുടെ മുമ്പിൽ നമ്മൾ പടച്ചവനെ വീടി വലിക്കാറില്ല, മോശമായ രീതിയിൽ സംസാരിക്കാറില്ല. അവര് വന്നാൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. ഇന്നെല്ലാം മറന്നുപോയടോ. ഇന്ന് പ്രായമുള്ളവർക്ക് അവരവരുടെ കാര്യം മതി. അവര് പറയുന്നത്, ഉസ്താദേ
ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കൂല. ഇപ്പൊ എല്ലാ വീടുകളിലും ഇങ്ങനെയല്ലേ, എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയല്ലേ? എന്തിനാ വാപ്പാ നീ ഇങ്ങനെ നടക്കുന്നത്? അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമാണ്. നിന്റെ കണ്ണിന്റെ മുമ്പിൽ തെറ്റ് നടക്കുന്നത് കണ്ടാ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത നിനക്കുണ്ടല്ലോ. അത് അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമാണല്ലോ. പറയണം സഹോദരാ, സ്വന്തം മകളാകട്ടെ, കൊച്ചുമക്കളാകട്ടെ, ആരുമാകട്ടെ, ചങ്കൂറ്റത്തോടെ പാപം പാപമാണ്, തെറ്റ് തെറ്റാണ്, ഹറാം ഹറാമാണ് പറയാൻ കഴിയണം സഹോദരാ, പറയാൻ കഴിയണം പെങ്ങളോ. ഞാൻ ഒരിക്കലും ഇതിന് കൂട്ടു നിൽക്കില്ല. ഈ വീടിന്റെ അകത്ത് ഇത് ഒരിക്കലും ചെയ്യാൻ സമ്മതിക്കൂല. നിന്നവര് പരിഹസിക്ക, നിന്നെ ഒറ്റപ്പെടുത്ത, അവര് സംഘം ചേർന്ന് നിന്നെ ആക്രമിക്ക, എന്ത് ചെയ്താലും നീ പുറകോട്ട് മാറാ പാടില്ല. നിനക്ക് വേറെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്തിനാണ് കണ്ടതിന് മുഴുവനും ഇങ്ങനെ ചാടുന്നത്? നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്ന് പലരും നിങ്ങളെ കുറ്റപ്പെടുത്താ. സഹോദര, അവർക്ക് അതിനെ കുറിച്ച് അറിയാനിട്ടാണ്. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അങ്ങനെ എല്ലാവർക്കും പറയാൻ കഴിയൂല, അവർക്കെല്ലാവർക്കും അത് പറയാൻ കഴിയൂല. ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഈമാൻ എഴുതി വെച്ചവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. പിന്നെ നിന്റെ സങ്കടം എന്തേ വാപ്പാ? നിന്റെ കുടുംബത്തിൽ ഒരു കല്യാണം വരുമ്പോ എന്തൊക്കെ പേക്കൂത്തുകളാണ് നടക്കുന്നത്. നീ എങ്ങാണം അതിനെതിരെ നിന്നാൽ നിന്റെ വാക്കിനവര് വില നൽകൂല, നിന്നെ അവര് കളിയാക്കും, നിന്നെ അവര് നിസാരമാക്കും. ഇതല്ലേ നിന്റെ സങ്കടം? ഉമ്മമാരെ, നീ പറഞ്ഞാൽ അനുസരിക്കത്തില്ല, നിന്നെ കളിയാക്കുമെന്നല്ലേ നിന്റെ സങ്കടം? എന്നാ ഞാൻ ചോദിക്കട്ടെ, അവര് നിന്നെ കളിയാക്കട്ടെ, ഒറ്റപ്പെടുത്തട്ടെ, പരിഹസിക്കട്ടെ, നിസാരമാക്കട്ടെ, നിനക്കെന്താണ് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇവരെല്ലാവരും നിന്നെ കളിയാക്കിയാലും വേദനിപ്പിച്ചാലും ഒറ്റപ്പെടുത്തിയാലും അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ പുത്തനങ്ങാടി പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. ചെമ്മിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ച് കരയുന്ന ദിവസം, ഉടുതുണിയില്ലാതെ റബ്ബിന്റെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ ചെയ്തു പോയ പാപത്തിന്റെ കണക്കനുസരിച്ച് വിയർപ്പിന്റെ അകത്ത് മുട്ടുവര, അരവര, നെഞ്ചുവര, കഴുത്തുവരെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുന്ന പടച്ച റബ്ബിന്റെ മശറയുണ്ടല്ലോ. ആ മശറയിലെ യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പരലോകത്ത് കിടന്ന് അല്ലാഹുവേ സ്വന്തമായിട്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. വാപ്പാ, നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയില്ലേ? സ്വന്തം മക്കളും കൂടെ കടന്നവനും കൂടെ നിന്നെ അങ്ങ് ഒറ്റപ്പെടുത്തിയില്ലേ? എല്ലാവരും സെറ്റ് ചേർന്നിട്ട് നിന്റെ മനസ്സ് വേദനിപ്പിച്ചില്ലേ? എന്നാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നീ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഇവര് പരസ്പരം പറയുന്നത് എന്തെന്നറിയോ? യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനന ഖലീലാ. ഇവരുടെ കൂടെ കൂടണ്ടായിരുന്നു, ഇവരുടെ കൂടെ കൂടണ്ടായിരുന്നു. അവര് പരസ്പരം അവിടെ കിടന്ന് തമ്മി തെല്ലുമ്പോ ഒരു തെറ്റ് കണ്ണിന്റെ മുമ്പിൽ കണ്ടത് തിരുത്തിയ ഉപ്പാ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു വിളിക്കുകയാ, അല്ലാഹു നിന്നടുത്തേക്ക് വിളിക്കുകയാ, എന്നിട്ട് പറയുകയാ വയദ്ഖുലൂനൽ ജന്നാ ബിഗൈരി ഹിസാബ്. നാളെ വിചാരണയില്ലാതെ, നാളെ ഹിസാബില്ലാതെ അല്ലാഹു നിന്നെ സ്വർഗത്തിലേക്ക് കടത്തിവിടും വാപ്പാ.
നിസ്കരിച്ചതിന്റെ പേരിലല്ല, ഹജ്ജ് ചെയ്തതിന്റെ പേരിലല്ല, ഉംറ ചെയ്തതിന്റെ പേരിലല്ല, നോമ്പ് പിടിച്ചതിന്റെ പേരിലല്ല, പള്ളി കെട്ടിക്കൊടുത്തതിന്റെ പേരിലല്ല. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടപ്പോ ആ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞതിന്റെ പേരില്, അത് തിരുത്തി കൊടുത്തതിന്റെ പേരില് അള്ളാഹു നിന്നെ സ്വർഗത്തിലേക്ക് കടത്തിവിടുകയാണ്. വിചാരണയില്ലാതെ പടച്ചവൻ നിന്നെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ താടിയുള്ള തഴമ്പുള്ള വാപ്പാ സ്വന്തം ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടു തിരുത്താത്ത വാപ്പാ, ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ? ഇതൊക്കെ വലിയ പാപമാണോ? ഇതൊക്കെ വലിയ പാപമാണോ എന്ന് പറഞ്ഞ് നിസാരമായി തെള്ളുന്ന മുസ്ലിമേ, അല്ലാഹു പറയുകയാ, നിബിതങ്ങൾ പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നീ വരുമ്പോ അല്ലാഹു നിന്റെ മുഖത്ത് നോക്കില്ല, നിന്നോട് സംസാരിക്കില്ല, അല്ലാഹു കരുണ കാണിക്കില്ല. നാണം കെട്ടവനെ പോലെ പുഴുത്തു നാറുന്ന കോലത്തിലോ ദുർഗന്ധമടിക്കുന്ന രീതിയിലോ അല്ലാഹു നാളെ നിന്നെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, കണ്ണിന്റെ മുമ്പിലിടോ ലോകം നന്നാക്കണ്ട നിങ്ങളാരും, നിന്റെ വീട് നന്നാക്ക്. നിന്റെ ഭാര്യ നിന്റെ മക്കൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ കൈകൊണ്ട് തടയാമല്ലോ മക്കളെ, ഇത് പാടില്ല. നാവ് കൊണ്ട് തടയാമല്ലോ, വെറുക്കാമല്ലോ. നിന്റെ കുടുംബത്തിൽ നിന്റെ ഭാര്യയും നിന്റെ മക്കളും എല്ലാവരും കൂടി ഒരു കല്യാണം വരുമ്പോൾ എന്താ കാണിക്കുക? തങ്ങന്മാരെയും ഉസ്താദന്മാരെയും കൊണ്ടുവരും. അവർ നിക്കാഹ് കഴിഞ്ഞിട്ട് വണ്ടി കയറുന്നതിന് മുമ്പ് നിന്റെ വീട്ടിൽ കുറുക്കം കൂവണ പോലെ കൂവലങ്ങോട്ട് തുടങ്ങും, ഇല്ലേ? എന്തൊക്കെയാണ് നടക്കുന്നത്? ആ തങ്ങക്ക് പോലും ഈ വന്നുപോയല്ലോ എന്നുള്ള സങ്കടം. ഓരയിട അമ്പലങ്ങളിൽ കോരയിടുന്നത് പോലെ ഇങ്ങനെ ഓരയിട വീടുകളിൽ എന്താ നടക്കുന്നത്? ഇതൊക്കെ നടക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് പറയാൻ ഒരെണ്ണം, അതാ ഏറ്റവും സങ്കടം. എടോ, എല്ലാ കുടുംബത്തിലും എല്ലാം തലതിരിഞ്ഞ പോകത്തില്ല, ഒരെണ്ണെങ്കിലും നേരെയുള്ളത് കാണും. എന്തേ പറയാൻ പറ്റുന്നില്ല നിനക്ക്? നിനക്ക് പറയാമല്ലേ ഈ വീടിൻ്റെ അകത്ത് ഇത് പറ്റൂല, ഇതെൻ്റെ വീട്, ഇവിടെ ചെയ്യാനിത് പറ്റൂല. കൈകൊണ്ട് തടയാം, നാവ് കൊണ്ട് തടയാം. ചിലപ്പോൾ ഇത് പറയുമ്പോൾ നിന്നെ എല്ലാവരും കൂടെ സംഘം ചേർന്നിട്ട് നിന്നെ ഒറ്റപ്പെടുത്താം. ഒരു തങ്ങൾ വന്നിരിക്കുമ്പോൾ പുതിയത്, ഓ വലിയ ഭീമമ്മ വന്നിരിക്കുക, ഇങ്ങനെയൊക്കെ പലതും പറയും. പറയട്ടെ സഹോദരി, നിനക്ക് വെറുക്കാമല്ലോ, പറയണ്ട, കൈകൊണ്ട് തടയണ്ട. ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ എന്നെ കിട്ടൂല ഈ പരിപാടിക്ക്, അസ്സലാമു അലൈക്കും, ഞാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങി പോകാമല്ലോ നിനക്ക്. അതാരാ? പറയേണ്ടവനാ മുമ്പന്തിയിൽ നിന്ന് ആടുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, പറയേണ്ടവൻ ഇതൊക്കെ ഉപദേശിക്കുകയും തെറ്റ് കണ്ടാ തിരുത്തേണ്ടവൻ തൻ്റെ മുമ്പന്തിയിൽ നിന്ന് ആടുന്ന കാലവാ. അതുകൊണ്ട് എനിക്ക് ചോദിക്കും, ചിലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കണ്ടതിനെല്ലാം എല്ലാവരും നാട്ടുകാരുടെ കണ്ണിലെ കരടാകുന്നത്? നിങ്ങൾ എന്തിനാ കമ്മിറ്റി കൂടുമ്പോൾ അത് കൂടുമ്പോൾ ഇത് കൂടുമ്പോൾ എന്തിനിങ്ങനെ എഴുന്നേറ്റ് നിന്ന് പറയണ എന്തിനാ? എടോ, അത് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു വലിയ ഭാഗ്യമാ. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അള്ളാഹു അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈമാൻ എഴുതി വെച്ചു പോയി. അതുകൊണ്ടാ പറയുന്നേ. തെറ്റ് കണ്ടാ പറയും, തെറ്റ് കണ്ടാ തിരുത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ, ശിആറുകൾ, അതൊക്കെ പറയേണ്ടടുത്തോ പറയുകയും അതൊക്കെ പറയും. ദീനല്ലേ പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. അത് പറയുമ്പോൾ ഒറ്റപ്പെട്ട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിനക്ക് മനസ്സിലാകുന്നില്ല, അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തലും പരിഹാസങ്ങളും, അതൊക്കെ അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാ, വലിയൊരു ഭാഗ്യമാ. അള്ളാഹു നമുക്ക് ആ സ്വഭാവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റ് കണ്ടാ തിരുത്തണം, അത് പറഞ്ഞു കൊടുക്കണം. അത് പറയുന്നവനെ ഇന്നതൊന്നുമല്ലല്ലോ, ഇന്നത്തെ കാലഘട്ടം മാറിപ്പോയി, തെറ്റൊന്നുമല്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നിയമങ്ങളും അള്ളാൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്നു. പറയേണ്ടവൻ്റെ കൂടെ നിൽക്കത്തില്ല, അവിടെ നമ്മൾ വേറെ പലതും നോക്കും. പറയുന്നവൻ്റെ സംഘടന നോക്കും, അത് നോക്കും, ഇത് നോക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ ആര് ചെയ്താലും തെറ്റ് തന്നെ. ഇപ്പോൾ ഉസ്താദന്മാർ പാട്ടുപാടിയല്ലോ, ഒരു കല്യാണ വീട്ടിൽ പാട്ടുപാടിയപ്പോൾ ഉസ്താദന്മാർ ചെയ്തപ്പോഴും തെറ്റാണെന്ന് പറഞ്ഞല്ലോ. ആരും അതിന് അംഗീകരിച്ചില്ലല്ലോ, ആരും അതിന് അനുകൂലിച്ചില്ലല്ലോ. എടാ, ആര് ചെയ്താലും തെറ്റ്, ആലിമ് ചെയ്താലും ആര് ചെയ്താലും തെറ്റ് തന്നെയല്ലേ? ഏതെങ്കിലും ഒരു ഉസ്താദ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഹലാലാകുമോ? ഏതെങ്കിലും ഒരു ഉസ്താദ് കള്ളു കുടിച്ചെന്ന് പറഞ്ഞിട്ട് കള്ളുകുടി ഹലാലാകുമോ? ഇല്ല. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെ, അത് പറയണം, അത് പറയണ്ടേ. പറയുന്നവനെ ഒറ്റപ്പെടുത്തുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായി, ഈ അടുത്ത സമയത്ത് മൊബൈൽ എടുത്ത് നോക്കിയ ഒരു പാട്ട് പാടി, ലക്ഷദ്വീപിലെങ്ങാണ്ടുള്ള ഒരു ചങ്ങാതി, ഈ നാട്ടിലെങ്ങാണ്ടൊരു പാട്ടുകാരനല്ലേ അല്ലേ? ലക്ഷദ്വീപിലുള്ളൊരു ചങ്ങാതി പാട്ടുപാടി, എന്ത് പ്രാന്തായാൽ എന്ത് സുഖം,
സക്കറാത്തുൽ മൗത്ത് എന്ത് രസം. ഓൻ പാട്ടുപാടി, ഓൻ ഏത് ഹാലിലാ പാടിയെന്ന് എനിക്കറിയില്ല. അവനാ പാട്ട് പാടുമ്പോ ഓരോരുത്തർക്കും ഓരോ ഹാല. ഞാൻ ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ, ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ആ സഹോദരനൊരു പാട്ട് പാടി, ഓന്റെ ഹാൽ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അത് ഏറ്റുപാടുകയാ. പള്ളിക്കകത്തിരുന്നിട്ടുള്ള വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ എടുത്ത് നോക്ക്. പള്ളിക്കകത്ത് നിന്ന് പാടുന്നു, നിസ്കാര പായിലിരുന്ന് പാടുന്നു. ഇന്ന് കളിയും തമാശയും പോലെ കുട്ടികൾ. എടോ, ഇത് എവിടെ ഇരുന്നാ പറയുന്നത്? നിങ്ങൾ ചിന്തിക്കുക. പാടുന്നവന്റെ മനസ്സല്ല. നിങ്ങൾ ആലോചിക്കേ, പാടുന്നവൻ ഏത് ഹാലിലുമാകട്ടെ, ഏതവസ്ഥയിലുമാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുട്ടികൾ, ഞാൻ അതിനെ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചേ? ഞാൻ നോക്കുമ്പോൾ ഒരു കുട്ടി നിസ്കാര പായിലിരുന്നിട്ട് ഈ പാട്ട് പാടുകയാ. ആ കുട്ടി ഏത് ഹാല് മാറിയിട്ടാ പാടുന്നേ? എടാ, നിസ്കാര പായിലിരുന്നിട്ട് ദുആ ചെയ്താൽ, ഒരു വാക്കു പറഞ്ഞാൽ തന്നെ അള്ളാഹു സ്വീകരിക്കുമെന്നാ. നമ്മൾ തമാശയ്ക്ക് പറയുന്ന ചില വാക്ക്. പണ്ട് രണ്ട് കുട്ടികൾ മഗ്‌രിബിന്റെ സമയത്ത് വീടിൻ്റെ അകത്ത് കിടന്ന് തല്ലുകൂടുമ്പോൾ ഉമ്മ പറഞ്ഞു അത്രേ, അല്ലാ ഇതൊന്നും കാണാൻ നിർത്താതെ എന്നെ അങ്ങ് വിളിച്ചേക്കണേ, അല്ലാ എന്നെ അങ്ങ് മരിപ്പിച്ചേക്കണേന്ന്. മക്കള് പരസ്പരം തല്ലുന്നത് കണ്ടപ്പോ നിസ്കാര പായിലിരുന്നിട്ട് ഒരു മാതാവ് പറഞ്ഞു അത്രേ, പടച്ചോനെ ഇതൊന്നും കാണാനില്ലാതെ എന്നെ അങ്ങ് മരിപ്പിച്ചാൽ മതിയായിരുന്നു പടച്ചോനെ. അപ്പൊ അസ്റായിൽ ഇറങ്ങി വന്നെന്നാ. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, ഞാൻ ചുമ്മാതെ പറഞ്ഞാണ്. ഇത് ഉള്ളതാണോ കള്ളമാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ആ ഉമ്മ നിസ്കാര പായിലിരുന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അതാണ് സ്വീകരിച്ചു. ഇതുപോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ഉസ്താദന്മാരൊക്കെ, അള്ളാഹുവേ, ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയോ? ഉസ്താദന്മാര് ഈ പാട്ടിന് വിശദീകരണം എന്തൊക്കെയാ അല്ലേ, കിതാബും ഹദീസും നിരത്തിയിട്ട് അതങ്ങനല്ല ഇങ്ങനെ. എടാ, നീയൊക്കെ പഠിച്ച ദീൻ പറഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഒരു ഹദീസ് എടുത്തു വച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളും ഇവിടെ എന്തെല്ലാം നടക്കുന്നു, ഇതൊന്നും ആർക്കും മറുപടി പറയാനോ അർത്ഥം പറയാനോ തെളിവ് നിരത്താനോ ഒന്നുമില്ല. നമ്മളൊരു പാവപ്പെട്ട ഒരു പാട്ട്, ഇവിടെ പ്രാന്തായാൽ എന്ത് രസം. ഞാൻ ചോദിച്ചാതാ, പ്രാന്തായവൻ്റെ അവസ്ഥ എന്താണെന്ന് അവനല്ലേ അറിയത്തുള്ളൂ. ഇത് പാടിയവനെ കുറിച്ചല്ലല്ലോ. നമ്മൾ ചുമ്മാതെ ഇങ്ങനെ വാതോരാതെ ഇങ്ങനെ പാടി നടക്കുമ്പോൾ അതിനെക്കുറിച്ച് അർത്ഥം പറയാനും ഒറ്റപ്പെടുത്താനും എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇത് അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദന്മാരും അതിന് മറുപടി പറയാൻ ചിലർ, എടാ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറ, ഇൽമു പഠിച്ചിട്ടില്ലേ നമ്മൾ, വേറെ എന്തെല്ലാം. ആർക്കെങ്കിലൊക്കെ യൂട്യൂബ് ചാനൽ വളർത്തണം, അവന്മാരെന്തെങ്കിലും പറയും, നമ്മൾ അവൻ്റെ കൂടെ. എല്ലാത്തിനും അവനവൻ്റെ വയറ് നിറയ്ക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദീനിലേക്ക് കടന്നു വാ. ദീൻ പഠിക്ക്, ദീനിൻ്റെ നിയമങ്ങൾ നോക്ക്. എടോ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടാൽ പറയണം. അത് പറയുക തന്നെ വേണം. ആളും തരവും അത് എങ്ങനെയാണോ നമ്മളെ കൊണ്ട് പറയാൻ പറ്റുക, അതിൻ്റെ പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് പറയണം. അല്ലാതെ കാണുന്നത് മുഴുവനും വിമർശിക്കുന്നവർ, അല്ലാഹുവേ പടച്ചവനെ എന്തെല്ലാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അബൂ ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം പഠിപ്പിക്കുന്ന വല്ലാത്ത ഒരു പാഠമാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ ദീനിനെതിരായിട്ട്, അള്ളാഹുവിന്റെ പ്രവാചകനെതിരായിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ അത് താങ്ങാൻ കഴിയില്ലായിരുന്നു, അത് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്വന്തം വാപ്പയാണെന്ന് പോലും മതിമറന്നുകൊണ്ട് അവിടെ ഇറങ്ങിപ്പോയത്. പക്ഷേ ആ ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കുകയാ. ആ ചെറുപ്പക്കാരന്റെ ക്വാളിറ്റിയെ കുറിച്ച് അല്ലാഹു പോലും ഖുർആനിലൂടെ പറഞ്ഞു കൊടുക്കുകയാ. ആ ചെറുപ്പക്കാരനെ പോലെ ഈ സമുദായത്തിൽ നല്ല ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു റബ്ബേ എന്നുമർ തങ്ങൾ അവിടെ ആഗ്രഹിച്ചു പോയത്. അതുകൊണ്ടാ ചെറുപ്പക്കാരാ, അതുകൊണ്ട് ഈ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ്, അള്ളാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടാൽ പ്രതികരിക്കണേ സഹോദരാ, പറയണേ സഹോദരാ. സ്വന്തം വീടിന്റെ അകത്തെങ്കിലും നീയൊന്ന് പ്രതികരിക്കണേ, അവിടെയെങ്കിലും പറയണേ. ഇനി നിന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് നീ അങ്ങ് വെറുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സമാധാനിപ്പിച്ച ഒന്നാമത്തെ അടിമയാരാ? മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, ആ സ്വഹാബിയുടെ ഈമാൻ തരണേ അല്ലാഹ്. ആ സ്വഹാബിയുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സമാധാനിപ്പിച്ച ഒന്നാമത്തെ അടിമയാണ് മഹാനായ സഹാബി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി രണ്ടാമത്തെ അടിമയാരാ? സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിലേക്ക് നബിതങ്ങളെ കുറിച്ച് അറിഞ്ഞു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോൾ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളെ കാണാൻ പോയി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തു ചെന്നു. എന്നിട്ട് നബിതങ്ങൾ ദീൻ പറഞ്ഞു കൊടുത്തു, ഉപദേശമെല്ലാം കേട്ടു. അത് കഴിഞ്ഞപ്പോൾ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ മുമ്പിൽ പോയി ഷഹാദത്ത് കലിമ പറഞ്ഞു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായി. എന്നിട്ട് തൻ്റെ വീട്ടിലേക്ക് ചെന്നു. തൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീന് സ്വീകരിച്ചിരിക്കുകയാണ്, ഞാൻ മുസ്ലിമായി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായിട്ട് ഞാൻ അംഗീകരിച്ചു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ മാതാവിനത് വലിയ ഇഷ്ടമായില്ല. ഉമ്മയ്ക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. ഉമ്മ പറഞ്ഞു, ഇല്ല, പറ്റൂല, പഴയ മതത്തിലേക്ക് തന്നെ നീ തിരിച്ചു വരണം. മാതാവ് തൻ്റെ പൊന്നാര മകനോട് പറഞ്ഞു, പഴയ മതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് ഉപദേശിച്ചു നോക്കി. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നേരം വെളുത്താ പോകും, നസീഹത്തുകൾ കേൾക്കും, നിസ്കരിക്കും, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാ. ഉമ്മ ഒരുപാട് ദിവസമായിട്ട് തൻ്റെ പൊന്നാര മകനെ ഉപദേശിക്കുന്നുണ്ട് പഴയ മതത്തിലേക്ക് മടങ്ങി വരാൻ. എത്ര പറഞ്ഞിട്ടും സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അതിന് തയ്യാറായില്ല. ഉമ്മ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ദേഷ്യമുള്ള ഒരാളാണ്, പിടിവാശിയാണ് ഉമ്മയ്ക്ക്. അപ്പൊ സഅദ് ബിൻ അബീ വഖാസ് തങ്ങളുടെ മാതാവ് പറഞ്ഞു, മോനെ, നീ ഇസ്ലാം മതത്തിൽ നിന്ന് പഴയ മതത്തിലേക്ക് തന്നെ മടങ്ങി വരണം. സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ പറഞ്ഞു, ഇല്ല ഉമ്മ, ഒരിക്കലും ഞാൻ മടങ്ങി വരില്ല, നിങ്ങൾ അള്ളാന്റെ ദീനിലേക്ക് കടന്നു വരണം. അപ്പൊ മാതാവ് പറഞ്ഞു, മോനെ, നിന്നെ എത്ര വാശിയാണെങ്കിൽ എനിക്കും വാശി. ഇനി നീ അള്ളാഹുവെ ആ പരിശുദ്ധമായ ദീനിൽ നിന്നും മടങ്ങി വരാതെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കൂല, ഞാൻ ഇനി വെള്ളം കുടിക്കൂല, ഞാൻ സത്യാഗ്രഹം തുടങ്ങുകയാ. ഉമ്മ തൻ്റെ പൊന്നാര മകനോട് പറയുന്നു, നീ പുതിയ മതം വിട്ടിട്ട് പഴയ മതത്തിലേക്ക് മടങ്ങി വരാതെ ഇനി ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. അപ്പൊ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല വിചാരിച്ചു, ഉമ്മ ഇങ്ങനെ പറയണല്ലേ, എന്തായാലും മനുഷ്യന് വിശപ്പും ദാഹമൊക്കെ ഉണ്ടാകും, എന്തായാലും ഇതൊക്കെ മാറും. സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ വലിയ കാര്യമൊന്നും ആക്കിയില്ല. ഉമ്മ സത്യാഗ്രഹം തുടങ്ങി. ഉമ്മ അവിടെ നിന്ന് പട്ടിണി കിടക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ചെയ്തിട്ട് ഉമ്മ മാറണില്ല. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം ഉമ്മാന്റെ അടുക്കൽ കൊണ്ടുപോകും. വെള്ളം കൊണ്ടുപോയി മാതാവിന്റെ അടുക്കൽ കൊടുത്തിട്ട് പറയും കുടിക്കാൻ. മാതാവ് പറയുന്നു, നീ മതം മാറാതെ ഞാൻ കുടിക്കില്ല. വാശിയാണ് ഉമ്മയ്ക്ക്, വല്ലാത്ത വാശിയാണ്. പടച്ചവനെ, സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. ഉമ്മ പടച്ചവനെ പട്ടിണി കിടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പടച്ച റബ്ബേ, ഉമ്മാടെ ശരീരം വല്ലാതെ തളരുകയാണ്. ഉമ്മ വാശിയിലാണ്, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, പട്ടിണി കിടക്കുകയാ. അവസാനം ഭക്ഷണവുമായി എടുത്തു ചെന്നിട്ടു സഅദ് ബിൻ അബീ വഖാസ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഭക്ഷണം കഴിക്കൂ. വല്ലാത്ത സ്നേഹമാണ് ഉമ്മയോട്, വല്ലാത്ത സ്നേഹമാണ് ഉമ്മയ്ക്കും മകനോട്, വല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് ഉമ്മാന്റെ അടുക്കൽ ചെന്ന് വെള്ളം കൊടുക്കുമ്പോ, ഭക്ഷണം കൊടുക്കുമ്പോ മാതാവ് പറയുന്നു, മതം മാറാകാതെ, നീ മതം മാറാതെ ഞാനിത് കഴിക്കൂല, ഞാനിത് കുടിക്കൂല. ഉമ്മ വാശികളമ്മ, ഞാൻ എന്തായാലും മതം മാറൂല. സഅദ് ബിൻ അബീ വഖാസ് തങ്ങളുടെ ഉമ്മ പറയുകയാണ്, എങ്കിലും ഞാൻ ഇവിടെ പട്ടിണി കിടന്നു മരിക്കുമടാ, ഞാൻ ഇവിടെ കിടന്നു പട്ടിണി കിടന്നു മരിക്കും. നാട്ടുകാര് മുഴുവനും നിന്നെ മരിക്കുന്ന കാലം വരെ പറയും, നീ ഉമ്മാനെ കൊന്നവനാണെന്ന്, നീ ഉമ്മയെ കൊന്നവനാണെന്ന്. മരിക്കുന്ന കാലം വരെ സഅദേ, നാട്ടുകാര് നിന്നെ കുറിച്ച് പറയും സഅദേ, നാട്ടുകാര് നിന്നെ കുറിച്ച് പറയും സഅദേ. എന്റെ പ്രിയപ്പെട്ടവരെ,
സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറഞ്ഞു, നബിയേ, ഉമ്മ സത്യാഗ്രഹം നടത്തുകയാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഉമ്മ വല്ലാത്ത വാസിയിലാണ്. നബി തങ്ങൾ പറഞ്ഞു ക്ഷമിക്കാറ്, അള്ളാന്റെ റസൂല് പറഞ്ഞു ക്ഷമിക്കാൻ. പടച്ചവനെ എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും തന്റെ മാതാവിന്റെ വാശി കൂടുകയാ, കുറയുന്നില്ല. പടച്ച റബ്ബേ, കുടുംബക്കാര് വന്നിട്ട് പറയുന്നു, സഅദേ, നിന്റെ ഉമ്മ മരിക്കാ പോവുകയാ, പട്ടിണി കിടന്ന് വെള്ളം കുടിക്കാതെ കിടന്ന് നിന്റെ ഉമ്മ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്, ഒന്ന് പോയി നോക്ക് സഅദേ, ഒന്ന് പോയി നോക്ക് സഅദേ. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മാതാവിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. തളർന്നു കിടക്കുകയാണ്, ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ദിവസങ്ങളായി. മാതാവ് വല്ലാത്തൊരവസ്ഥയിൽ, ശരീരം തളർന്ന് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോ അടുത്തേക്ക് ചെന്നിട്ട് നിറകണ്ണുകളോട് കണ്ണ് നിറയുകയാണ്. ഉമ്മാന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, ഉമ്മാ, ഈ വെള്ളം കുടിക്കുമ്മ, ഈ ഭക്ഷണം കഴിക്കുമ്മ, വാശി കാണിക്കല്ലേ ഉമ്മ. ഇല്ലടാ സഅദ്, നീ മതം മാറാകാതെ ഞാൻ കുടിക്കില്ല, നീ മതം മാറാതെ ഞാൻ കഴിക്കില്ലോ, ഞാൻ പട്ടിണി കിടന്നു മരിക്കുമടാ സഅദ്. സ്വന്തം മാതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനോട് പറയുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? തന്റെ ഉമ്മയാണ് മുമ്പിൽ കിടക്കുന്നത്, തന്റെ ഉമ്മയാണ് ദീനിന് അതാ അവിടുന്ന് കണ്ടീഷൻ പറയുന്നത്, അള്ളാഹുവിന്റെ ദീൻ ഉപേക്ഷിക്കാൻ പറയുന്നത്. ഗർഭം ചുമന്ന് 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച മാതാവ് പട്ടിണി കിടന്നിട്ട് അവിടുന്ന് തന്റെ പൊന്നാര മകനെ സമ്മർദ്ദത്തിലാക്കിയിട്ട്, നീ മതം മാറിയില്ലെങ്കിലോ ഞാൻ ഇവിടെ കിടന്നു പട്ടിണി കിടന്നു മരിക്കുമടാ സഅദ്. നാട്ടുകാര് മുഴുവനും നിന്നെ ഉമ്മാനെ കൊന്നവനാണെന്ന് വിളിക്കുമടാ. സർവസമ്മർദ്ദങ്ങളും കൊണ്ടുവരികയാണ്. ആ സമയത്താണ് സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ മാതാവിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മാ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ ഉമ്മാ, എനിക്ക് നിങ്ങളെ ജീവനാ ഉമ്മാ, നിങ്ങൾക്കും എന്നെ വല്ലാത്ത ഇഷ്ടമാ, എനിക്കറിയാമുമ്മ, എനിക്കറിയാമുമ്മ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മാതാവിനോട് പറയുകയാ, എന്നാ നിങ്ങളെക്കാളും എനിക്കിഷ്ടമാരെയെന്നറിയോ? അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമാണുമ്മ. എനിക്ക് നിങ്ങളെക്കാൾ ഇഷ്ടം അല്ലാഹുവിനെയാ, അവന്റെ മുത്തുനബിയാണ്, പരിശുദ്ധമായ ദീനിനെയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് തന്റെ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു 1000 ജന്മം നൽകി, 1000 ജന്മത്തിലും ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു, ഞാൻ നിങ്ങളുടെ മകനായി ജനിച്ചു. ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ ഇതുപോലെ 1000 പ്രാവശ്യം നിങ്ങൾ പട്ടിണി കിടന്ന് എന്റെ മുമ്പിൽ കിടന്നു മരിച്ചാൽ ഞാൻ അല്ലാഹുവിന്റെ ദീന് വലിച്ചെറിയില്ല ഉമ്മാ. എനിക്ക് അല്ലാഹുവാണ് വലുത്, എനിക്ക് അല്ലയാ വലുത്, മുത്തുനബിയാണ് വലുത്, അല്ലാഹുവിന്റെ ദീനാണ് വലുത്. നിങ്ങളെത്ര വാശി പിടിച്ചാലും ഞാൻ മതം മാറൂല, നിങ്ങളെത്ര വാശി പിടിച്ചാലും ഞാൻ മതം മാറൂല. തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുഖത്ത് നോക്കി പറയുമ്പോ ആ ചെറുപ്പക്കാരന്റെ മനസ്സങ്ങ് വേദനിക്കുമ്പോ
ഖുർആനിൽ ആയത്തിറങ്ങുകയാ വവസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമൽതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ ഇവിടെ ആയത്തിറങ്ങുകയാ. അല്ലാഹു പറയുകയാ വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിഹി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ മാതാപിതാക്കളും മറ്റൊരു മതവിശ്വാസിയാണെങ്കിലും നീ അവരെ ആദരിക്കണം, നീ അവരെ ബഹുമാനിക്കണം, നീ അവരെ സ്നേഹിക്കണം. അവർക്ക് വേണ്ടി നീ ഖിദ്മത്ത് ചെയ്യണം, നീ അവരെ വേദനിപ്പിക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉമ്മ പറഞ്ഞാൽ അനുസരിക്കണം, വാപ്പ പറഞ്ഞാൽ അനുസരിക്കണം. അവർക്ക് സ്ഥാനമുണ്ടോ, അവർക്ക് ബഹുമാനമുണ്ടോ, എല്ലാം അവർക്ക് കൊടുക്കണം സഹോദരാ. പക്ഷേ അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് വാപ്പയാ, പറയുന്നത് ഉമ്മയാ. അനുസരിക്കണ്ടടാ ചെറുപ്പക്കാരാ, അനുസരിക്കണ്ട പെങ്ങളോ. ഇന്ന് ഞാനൊരു പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാ. ഇന്ന് നിക്കാഹൊക്കെ ഇല്ലടോ, ഇന്ന് നിക്കാഹിന് വലിയ വലിയ സ്ഥാനം കൊടുക്കാത്ത ഒരു കാലമാണ്. പടച്ചവനെ, നിക്കാഹ് കടിന്നിട്ടാണ് ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത്, ഒരു പെണ്ണിന്റെ അടുക്കൽ പോകുന്നത്. എന്നാ ഇന്ന് നിക്കാഹൊക്കെ നടക്കുന്നതിന് മുമ്പ് വീടുകളിൽ വലിയ വലിയ ഫംഗ്ഷനുകളാണ്. അങ്ങനെ നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടുമല്ലോ. ഇന്ന് ഓഡിറ്റോറിയങ്ങളും വലിയ പന്തലുകളൊക്കെയാണ്. പടച്ചവനെ, അതാ പുതിയ പട നിക്കാഹ് കഴിക്കാൻ വന്നവനല്ല, അവന് പടച്ചവര് കല്യാണം ഉറപ്പിക്കാൻ വന്നതാണ്, മൈലാഞ്ചിക്ക് വന്നതാണ്, സ്വർണ്ണമിടാൻ വന്നതാണ്. അങ്ങനെ എല്ലാവരും നിൽക്കുമ്പോ അതാ പുതിയ പെണ്ണ് അതാ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് നിൽക്കുകയാണ്. ഈ പയ്യനെയും പെണ്ണിനെയും ചേർത്ത് നിർത്തുകയാ. എന്നിട്ട് നിന്റെ വാപ്പ പറയും, അടുത്തു നിന്ന് ഫോട്ടോ എടുക്കൂ. നിന്റെ ഉമ്മ പറയുകയാണ്, ഈ കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ, അവന്റെ അടുക്കലൊന്ന് കേറി നിൽക്കാൻ. ആ സമയത്ത് പറയണം, ഇത് വ്യഭിചാരമാ, ഇവൻ അന്യ പുരുഷനാണ്, ഇവൻ എന്നെ നിക്കാഹ് കഴിച്ചാലേ ഇവന്റെ ഭാര്യയാകൂ, എന്റെ ഭർത്താവാകൂ. അതുവരെ ഇവൻ എനിക്ക് അന്യ പുരുഷനാണ്, ഇവന്റെ അടുക്കൽ കയറി നിൽക്കല് പാവമാണ്. ഉമ്മയാണ് പറയുന്നതെങ്കിലും അനുസരിക്കല്ലേ മക്കള്. എടാ ചെറുപ്പക്കാരാ, എടാ ഒരു അന്യ പെണ്ണിന്റെ കൂടെ കയറിയിരിക്കാൻ വാപ്പ പറഞ്ഞാലും അനുസരിക്കരുത്, ഉമ്മ പറഞ്ഞാലും അനുസരിക്കരുത്. അത് ചെയ്യാത്തതിന്റെ പേരിൽ അല്ലാഹു നിന്നെ നരകത്തിലിടൂല. കാരണം അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം നിന്റെ വാപ്പയാണ് പറയുന്നതെങ്കിലും നിന്റെ ഉമ്മയാണ് പറയുന്നതെങ്കിലും അനുസരിക്കേണ്ട ചെറുപ്പക്കാരാ. മാതാവ് പട്ടിണി കിടക്കുകയാ. നീ മതം മാറാതെ, ഇസ്ലാം മതം വലിച്ചെറിയാതെ, നിന്റെ ഉമ്മ വെള്ളം കുടിക്കൂല, നിന്റെ ഉമ്മ ഭക്ഷണം കഴിക്കൂല. ഞാൻ ഇവിടെ കിടന്നു മരിക്കുമടോ. നാട്ടുകാർ മുഴുവനും നിന്നെ പറയും നീ ഉമ്മയെ കൊന്നവനാണെന്ന്. മതം മാറടാ. ഉമ്മ സർവാടവുകളും നോക്കിയടോ. സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന ഈമാനുള്ള മകനുണ്ടല്ലോ, അവിടെന്ന് പറഞ്ഞു, ഉമ്മ ഒരിക്കലും ഞാൻ മതം മാറൂല. ഉമ്മ എവിടെന്ന് പരാജയപ്പെട്ടടോ. അതുകൊണ്ട് എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? നമ്മളെ പഠിക്കേണ്ട കാര്യമാണ്. മാതാപിതാക്കളെ വൃത്തികേടുകൾ ചെയ്യാൻ പറഞ്ഞ, ഞാൻ ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നിന്റെ വാപ്പ കള്ള് കുടിക്കാൻ പറഞ്ഞ കുടിക്കുമോ? കഞ്ചാവടിക്കാൻ പറഞ്ഞ അടിക്കുമോ? പിന്നെ എന്തേ ചെറുപ്പക്കാരാ, എടാ മകർ കൊടുത്ത് വിവാഹം കഴിക്കാതെ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടാൻ പാടില്ലല്ലോ. എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, എടാ നിന്റെ പെങ്ങൾക്ക് ആരെങ്കിലും ലവ് ലെറ്റർ കൊടുത്താൽ,
നിന്റെ സഹോദരിക്ക് ഏതെങ്കിലും ഒരുത്തന് കമൻസ് അടിച്ചാ പെങ്ങളുടെ വീട്ടിൽ വന്ന് പരാതി പറയുമ്പോ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് അവനെ നന്നാക്കാൻ പോകുമല്ലോ, അവനെ തല്ലാൻ പോകുമല്ലോ, നിന്റെ രക്തം തിളയ്ക്കുന്നില്ല? നാണമില്ലേടാ ചെറുപ്പക്കാരാ? 18 വയസ്സുള്ള നിന്റെ പെങ്ങള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരുത്തന്റെ കൂടെ കേറി നിന്ന് ഫോട്ടോ എടുക്കാൻ പറയുമ്പോ എവിടെ പോയടാ ചെറുപ്പക്കാരാ നിന്റെ രക്തമൊക്കെ? അത് പാപമല്ലേടാ? അത് തെറ്റല്ലേടാ? നിനക്കെന്തേ പെങ്ങളോടുള്ള സ്നേഹം അവിടങ്ങ് മാറിപ്പോയോ? എടാ, തൊടണമെങ്കിലും എന്റെ പെങ്ങളെ കൂടെ നിർത്തണമെങ്കിലും ഹലാലായ രീതിയിൽ വിവാഹം കഴിക്കാതെ പറ്റൂല, ഫോട്ടോ എടുക്കാൻ പറ്റൂല. എന്തേ പറയാൻ ചങ്കൂറ്റമില്ലാതെ പോയത്? പറയണം ചെറുപ്പക്കാരാ, ആദർശം പണയം വെക്കരുത്, ആദർശം പണയം വെക്കരുത്. ഒരുത്തന്റെയും കാൽച്ചുവട്ടിൽ കൊണ്ട് പണയം വെക്കാനുള്ളതല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീന്. പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്നത് പോലും ചെയ്യരുതെന്നാണ്. വ്യഭിചരിക്കരുതെന്നല്ല, അതിലേക്ക് അടുക്കുന്ന കാര്യം പോലും ചെയ്യരുത്. കാണുന്നത് കണ്ണിന്റെ പാപമാ, കേൾക്കുന്നത് ചെവിയുടെ പാപമാ, തൊടുന്നത് കൈയുടെ പാപമാ, പറയുന്നത് നാവിന്റെ പാപമാ. എല്ലാം വ്യഭിചാരത്തിന്റെ ഓരോ ഭാഗങ്ങളാ. അതുകൊണ്ട് സൂക്ഷിക്കണേ. മനസ്സൊന്ന് വേദനിച്ചപ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സമാധാനിപ്പിച്ച രണ്ടാമത്തെ അടിമയാരെന്നറിയോ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു.